ഇന്നത്തെ സ്പെഷ്യൽ വറുത്തരച്ച മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും 3-4 ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നിർത്താണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ടായിരിക്കണം ഇളക്കി കൊടുക്കേണ്ടതും. നന്നായിട്ട് മൂക്കുക. ഒരു ബ്രൗൺ കളറാണ് അതിൻ്റെ പരുവം വരുന്നത്. അപ്പോൾ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാണ് എൻ്റെ പരുവം വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി ശ്രദ്ധിക്കണം, കാരണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുക എന്നുള്ളതാണ് എൻ്റെ പരുവം വരുന്നത് കേട്ടോ. അതുവരേക്കൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം കരിഞ്ഞു പോകാണ്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യുക, മാറ്റി വയ്ക്കുക. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പൊടിയെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും അതിൽ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരും വരെ വെയിറ്റ് ചെയ്യുക. പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണേ. ഓക്കെ, ഇഞ്ചിയുടെ ചെറിയൊരു പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഒരു 4-5 പച്ചമുളക്, ചെറുതാണെങ്കിൽ 5 ആവാം, ഇല്ലെങ്കിൽ എണ്ണം കുറയ്ക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണേ, അത് ചേർത്ത് കൊടുക്കണം. ഒരു പിടി ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കണക്കല്ല, ഒരു കൈയുടെ അളവിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയെല്ലാം ഉടച്ചു കൊടുക്കണേ മിക്സ് ചെയ്യുമ്പോൾ. ഇനി നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. അയല മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അയല മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നോക്കിയേ, നല്ല ഫ്രഷ് മീനായിരുന്നു. കേട്ടില്ലേ? ഓക്കെ, ഇതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ട്. ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്കിട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് കുടംപുളിയാണ്. കുടംപുളി നന്നായിട്ട് 2-3 എടുക്കാം. അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് സൈഡ് കൂട്ടി ഇളക്കി കൊടുക്കണം. സെൻറ്ററിൽ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സൈഡ് കൂട്ടി ഇളക്കാൻ പാടുള്ളൂ. ഏകദേശം റെഡി ആകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സൈഡ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകരുത്. വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് തിളച്ചോട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ വറുത്തരച്ച അയല മീൻ കറി. അപ്പോൾ ഇതാണ് അവസാനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് വാഴയിലേക്ക് നല്ല ചൂട് ചോറ് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറെടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ വറുത്തരച്ച അയല മീൻ കറി നന്നായി മിക്സ് ചെയ്തൊന്ന് എടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചൂട് ചോറിലേക്ക് നമ്മുടെ മീൻ കറി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കഴിച്ചാലോ? കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.